രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതിഷേധം ശക്തമാക്കിയ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ജയിലിൽ കഴിയുന്ന രാഹുലിനെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. ജാമ്യം തള്ളിയതിനെതിരെ പ്രതിഭാഗം സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകി. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ 100ഓളം പ്രവർത്തകർ പങ്കെടുത്തു. ഷാഫി പറമ്പിൽ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കന്റോൺമെന്റ് SHO ഷാഫിയെ വ്യക്തിപരമായി കടന്നാക്രമിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷന്റെ പ്രസംഗം. എന്റെ പേരുള്ള ഒരുത്തന്റെ ചില പോക്രിത്തരങ്ങൾ ഇന്നലെ വിഷ്വലിൽ കാണാൻ സാധിച്ചു. ഇവിടുത്തെ SHO ആയിരുന്ന ഒരുത്തൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോളറിൽ പിടിച്ചു തള്ളുന്നു. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സന്ദർശിച്ചു. രാഹുലിനോട് മുഖ്യമന്ത്രിക്ക് വിരോധം വരാൻ കാരണം പിണറായി വിജയനെ മാധ്യമങ്ങളിലൂടെ രാഹുൽ വിമർശിക്കുന്നത് കൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഈ സർക്കാരിനെയും ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കോൺഗ്രസ് വക്താവ് എന്ന നിലയിലുള്ള വൈരാഗ്യവും വിരോധമാണ്. രാഹുലിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതിഷേധം ശക്തമായി തുടരാനാണ് UDYF-ന്റെയും തീരുമാനം. സംസ്ഥാന വ്യാപകമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഇന്ന് ചേർന്ന UDYF-ന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. ജാമ്യം നിഷേധിച്ച വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നടപടിക്കെതിരെ പ്രതിഭാഗം സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകി. മീഡിയ 1 തിരുവനന്തപുരം.